ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ വായും പറച്ചു. വ്യത്യസ്തമാർന്നൊരു എപ്പിസോഡാണിത്. കാരണം ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടി, ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ച് സംസാരിക്കാൻ, ഇത് നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം തികച്ചും പപ്പു എന്ന് വിളിച്ച് കളിയാക്കിയ രാഹുൽ ഗാന്ധി കൃത്യമായ ഡേറ്റകൾ നിരത്തിക്കൊണ്ട് ഇന്ന് ഇലക്ഷൻ കമ്മീഷനോടും ഇന്ത്യ ഭരിക്കുന്ന NDA സർക്കാരിനോടും ചോദ്യങ്ങൾ ഉന്നയിച്ചു. ആ ചോദ്യങ്ങൾ നിസ്സാരമായി എനിക്ക് തോന്നുന്നില്ല. എനിക്കെന്നല്ല, അത് കണ്ടുകൊണ്ടിരുന്ന, അത് മനസ്സിലാക്കിക്കൊണ്ടിരുന്ന, അത് അറിഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിക്കും തോന്നുന്നില്ല. ഈ ഇലക്ഷൻ കമ്മീഷന്റെ പോക്ക് എങ്ങോട്ടാണ്, ഏത് തരത്തിലാണ്, എത്തരത്തിലാണ്, എങ്ങോട്ടാണ് എന്ന ചോദ്യം വീണ്ടും വീണ്ടും നമുക്ക് ഉടലെടുക്കുകയാണ്. ഇത് തുടങ്ങിയത് ഇന്നലെയും ഇന്നുമൊന്നുമല്ല. EVM മെഷീൻ മുതൽ ഇന്ന് വന്നിരിക്കുന്ന ഇലക്ഷന്റെ ലിസ്റ്റ് വരെ അത് നീണ്ടിരിക്കുന്നു. പക്ഷേ ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട്. കൃത്യമായ ഡേറ്റകൾ നിരത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി അത് മുന്നോട്ട് വെച്ചത്. നാം എല്ലാം കാണാം, നമുക്കെല്ലാവർക്കുമുണ്ട് നമ്മുടെ അപ്പൻ്റെ പേര് പുറകിൽ. എന്നാൽ ഇന്ത്യയിലെ കുറച്ചു പേർക്ക് മാത്രം ABCDയും EFGയും ഇംഗ്ലീഷ് ആൽഫബറ്റുകളും സ്വന്തം അപ്പനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു വീട്ടിൽ വളരെ കൂട്ടായി നിൽക്കുന്ന ഇന്ത്യയുടെ സംസ്കാരത്തിൽ ആ കൂട്ടത്തിന് യാതൊരുവിധ തെറ്റും വരുത്താത്ത രീതിയിൽ ഒരു വീട്ടിൽ 46 പേര് വരെ അടങ്ങിയിരിക്കുന്ന ആ ലിസ്റ്റിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ ഒരു സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നു. 1990 തൊട്ട് 1996 വരെ, അതായത് 90 96 പീരീഡിൽ TN ശേഷൻ ഇലക്ഷൻ കമ്മീഷനായി ഇന്ത്യയിൽ ചുമതലയെടുത്തപ്പോൾ ഇലക്ഷൻ എന്ന പ്രക്രിയയ്ക്ക് തന്നെ, ഇലക്ഷന്റെ ഒരു പ്രൊസീജിയറിന് തന്നെ മാറ്റം വരുത്തിക്കൊണ്ട് ചടുലമായ റവല്യൂഷനുകൾ സൃഷ്ടിച്ചു. ഇന്ന് നാം കാണുന്ന ഇലക്ഷൻ ഐഡികൾ, അല്ലെങ്കിൽ രാഷ്ട്രീയവൽക്കരിക്കാതെ എങ്ങനെ ഒരു ഇലക്ഷൻ കമ്മീഷണറിന് നിൽക്കാം, എന്നാൽ നാം ഇന്ന് കാണുന്ന രീതിയോ വളരെ വ്യത്യസ്തമാണ്. BJP അജണ്ടകൾ നിറഞ്ഞുകൊണ്ട്, മൗനം പ്രാപിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നത്. ഇതിന് രാഹുൽ ഗാന്ധി ഒരു ട്വീറ്റ് നടത്തി. ട്വിറ്ററിൽ, എക്സിലും ഒരു ട്വീറ്റ് നടത്തി, ഒരു റിപ്പോർട്ട് നൽകി. കാരണം രാഹുൽ ഗാന്ധിയുടെ ജീവിതത്തിൽ ഏറ്റവും അവിസ്മരണീയമായ ഒരു സമയമായിരുന്നു മരണപ്പെട്ടു പോയ 10 പേരോടൊപ്പം ഇരുന്ന് ചായ കുടിച്ചത്. ആ ചായക്ക് എന്ത് ആസ്വാദനം കാണും. ആ ആസ്വാദനം നൽകിയ ഇലക്ഷൻ കമ്മീഷണർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ വായും പറച്ചിലെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആമുഖത്തിൽ പറഞ്ഞ പോലെ പപ്പു ഈസ് ബാക്ക്, ദ പപ്പ ഓഫ് NDA ഗവൺമെന്റ്. ആദ്യം തന്നെ ഞാനൊരു കാര്യം സൂചിപ്പിക്കാം. പപ്പു എന്ന് വിളിക്കാൻ വേണ്ടി മാത്രം രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന പേരിലേക്ക് ചാർത്താൻ NDA സർക്കാർ ചെലവഴിച്ചത് ഏകദേശം 2 കോടി രൂപയോളം സോഷ്യൽ മീഡിയകളിൽ. പക്ഷേ ഇത്തവണ അവർക്ക് തെറ്റി. പപ്പു അല്ല, പപ്പ ആയിട്ടാണ് വന്നത്. കുട്ടികളുടെ തെറ്റുകുറ്റങ്ങൾ മാറ്റിത്തിരുത്താൻ വേണ്ടി അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. കോൺഗ്രസിന്റെ, അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് ഇന്ത്യ എന്ന സഖ്യത്തിൽ രൂപപ്പെടുത്തുവാൻ വേണ്ടി പപ്പു കാണിച്ച, അല്ലെങ്കിൽ പപ്പ കാണിച്ച ഒരു ചടുലമായ നീക്കം. ആ ചടുലമായ നീക്കം ഇന്ത്യൻ സർക്കാരിൽ എന്തുമാത്രം വിള്ളലുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അതായത് രാഹുൽ ഗാന്ധി ബാംഗ്ലൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ സെൻട്രൽ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഞാൻ ഒന്നും കൂടെ സൂചിപ്പിക്കാം. 1,50,000 വരുന്ന കള്ള വോട്ടുകൾ അല്ലാതെ 10,452 വരുന്ന സെയിം അഡ്രസ്സിലുള്ള വോട്ടുകൾ, ഏകദേശം അഡൾട്ട് പോപ്പുലേഷനെ കാട്ടും വോട്ടുകൾ വരുന്നു. ഇതെങ്ങനെ സാധിക്കുന്നു? അതായത് ബാംഗ്ലൂരിൽ നമ്മുടെ പ്രജ്വൽ നടത്തിയിരുന്ന, അതായത് നമ്മുടെ കായിക മന്ത്രി നടത്തിയിരുന്ന പീഡനങ്ങളിൽ നിന്ന് അതേ പ്രജ്വലിന്റെ മകൻ ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ BJP സർക്കാരിൽ നിന്ന് എങ്ങനെ ജയിച്ചു വന്നു എന്നൊരു ചോദ്യമുണ്ട്. ഇതെല്ലാം പോട്ടെ, നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം. മറ്റു കാര്യങ്ങളിലേക്ക് നടക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ ചെറിയൊരു ഇൻസ്റ്റന്റ് കേരളത്തിൽ നിന്ന് തന്നെ പറഞ്ഞു പോയിരിക്കാം. കേരളത്തിൽ നിന്ന് പറഞ്ഞു പോകുമ്പോൾ സുരേഷ് ഗോപിയെ BJPക്ക് ഒട്ടും തന്നെ വിട്ടുപറയാൻ സാധിക്കത്തില്ല. BJPയിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് എന്തുമാത്രം വോട്ടുകൾ നേടി എന്ന് നമുക്ക് നോക്കാം.
ഏകദേശം 75,000 വരുന്ന വോട്ടുകളിലേക്ക് അദ്ദേഹം വരികയും അവിടെ ജയിക്കുകയും ചെയ്തു. പക്ഷേ അവിടെ അന്ന് പറഞ്ഞിരുന്ന ഇവിടെ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. എന്തെന്നറിയാമോ? കോൺഗ്രസിന്റെ വോട്ടുകളാണ് ചോർന്നിരിക്കുന്നത്. പക്ഷെ അവിടെ മറ്റൊരു നീക്കവും കണ്ടെത്തലുകളും ഈ കഴിഞ്ഞ ഇടയ്ക്ക് നടത്തി. അതായത് സുരേഷ് ഗോപിയുടെ ഡ്രൈവർക്ക് വോട്ടുകൾ അവിടെ വന്നു. അതായത് സുരേഷ് ഗോപിയുടെ കുടുംബത്തിലെ 42ഓളം വരുന്ന വോട്ടുകൾ തൃശ്ശൂരിൽ വന്നു. ഇതേ സംഭവത്തിന്റെ ഒരു തുടർക്കഥ പോലെ നമുക്ക് ബാംഗ്ലൂരിൽ നടന്ന മഹാദേവപുരത്ത് നടന്ന ആ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്ത് മനസ്സിലാവും? BJPയുടെ അജണ്ടകൾ നിറവേറ്റാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ അവിടെ ഒരു കളി ബൊമ്മയായി മാറിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് വന്ന രാഹുൽ ഗാന്ധിയുടെ, അതായത് പ്രതിപക്ഷ നേതാവിന്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ പറയാം. ആ സർജിക്കൽ സ്ട്രൈക്കിൽ എന്ത് സംഭവിച്ചു? സർജിക്കൽ സ്ട്രൈക്കിൽ അദ്ദേഹം ഇന്ന് വരെ ഒരു പ്രതിപക്ഷ നേതാവും നിരത്താത്ത രീതിയിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ വോട്ടുകൾ എങ്ങനെ വന്നിരിക്കുന്നു? അതിൽ രസകരമായി തോന്നിയിരിക്കുന്നത്, വളരെ മലയാള ഭാഷയിൽ ഒരു മലയാളി എന്ന നിലയ്ക്ക് പറയാം, തന്തയില്ലാത്ത കുറേ പേരെ നമുക്ക് അവിടെ കണ്ടെത്താൻ കാണിക്കും. സാധാരണ ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ പറയാലോ, ഇപ്പൊ ABCD ഒരു തന്ത, XYZ അടുത്ത തന്ത, അങ്ങനെ വരുന്ന തന്തകളെ കാണാൻ പറ്റി. ഇതിൽ കൗതുകരമായി എന്നെ വളരെ ആകർഷിച്ച ഒരു സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം മരണപ്പെട്ടു പോയ ഒരു 10-12 പേരോടൊപ്പം ഒരേ ഡെസ്കിൽ ഇരുന്ന് ചായ കുടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആർക്ക്? നമ്മുടെ പ്രതിപക്ഷ നേതാവിന്. എന്തുകൊണ്ട്? ഈ ഇലക്ഷൻ ലിസ്റ്റിൽ നിന്ന് മരണപ്പെട്ടു എന്ന് കാണിച്ച് വോട്ടുകൾ ഇല്ലാതാക്കിയ കുറച്ച് പേരെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. അതായത് ഇന്ത്യൻ ജനാധിപത്യം, അതായത് ഈ നമ്മൾ തിരഞ്ഞെടുക്കുന്ന 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്ന ഈ ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്പെറൻസി വേണ്ട ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് ഓർഗനാണ് ഇലക്ഷൻ കമ്മീഷൻ. ആ ഇലക്ഷൻ കമ്മീഷൻ ഇന്നത്തെ അജണ്ട അവർക്ക് എന്താണ്? BJP അജണ്ടയല്ലേ? BJP അജണ്ടയല്ലേ എന്ന് പറയാൻ കാരണം, സുപ്രീം കോടതി 2023 സുപ്രീം കോടതി 5 അംഗ ബെഞ്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. 3 പേരാണ് ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കാൻ ഇലക്ഷൻ കമ്മീഷന്റെ ആ ഒരു പാനലിംഗ് ബോർഡിൽ വരേണ്ട. ആരൊക്കെ? ഒന്ന് പ്രതിപക്ഷ നേതാവ്, ഒന്ന് പ്രധാനമന്ത്രി, പിന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. പക്ഷേ ഇവിടെ മോദി സർക്കാരിന്റെ അജണ്ട കൃത്യമായി വ്യക്തമാക്കുന്ന ഒരു രീതിയല്ലായിരുന്നോ ആ നിയമനിർമ്മാണത്തിലൂടെ വന്നത്? എന്ത് ചെയ്തു? ക്യാബിനറ്റിലെ CJIക്ക് പകരം ക്യാബിനറ്റിലെ ഏതെങ്കിലും മിനിസ്റ്ററിനെ അതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് CJI ഇല്ലാതാക്കി. അതായത് ജുഡീഷ്യറിയെ ഏറ്റവും വലിയ പവറിൽ നിൽക്കുന്ന രാഷ്ട്രീയവൽക്കരിക്കാതെ ഇലക്ഷൻ കമ്മീഷനെ രൂപീകരിക്കണം എന്ന് തീരുമാനിച്ച ആ ജുഡീഷ്യറിയുടെ തീരുമാനം കൈക്കൊള്ളാതെ അവിടെ BJP അജണ്ട നടപ്പാക്കി തങ്ങളുടെ ഭരണം രാജഭരണമായി മുന്നോട്ട് പോകണം, തങ്ങൾക്ക് ഒരു രീതിയിലുള്ള തോൽവികളും ഇനി വരുന്ന ഇലക്ഷനുകളിൽ ഞങ്ങൾക്ക് വരാൻ പാടില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ചടുലമായ നീക്കമാണ്. ആ ചടുലമായ നീക്കം വളരെ രാഷ്ട്രീയ പ്രാധാന്യത്തിൽ ചർച്ചാ വിഷയമായി. പക്ഷേ എന്ത് കാര്യം? ഈ BJP സർക്കാർ അങ്ങനെ നിയമിച്ച് അമിത്ഷായെ, മാമനും മോനും കൂടെ അവിടെ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുകയാണ്. ഇപ്പോൾ നോക്കിയേ, 3 പേരിൽ 2 പേര് ഒരു വോട്ട് ചെയ്യുന്നു. അപ്പം നമ്മുടെ ഇവിടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ മജോറിറ്റികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ BJP ഗവൺമെന്റ് നിയമിക്കുക, ഇന്നയാളെ നിയമിച്ചാൽ മതി. ഓക്കെ, അവിടെ പ്രതിപക്ഷ നേതാവ് അവർക്ക് അവിടെ ഉന്നയിക്കാമെങ്കിലും യാതൊരു തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ വരുന്നില്ല. അങ്ങനെ നിയമിച്ച ആളെയാണ് ഇന്നത്തെ ഇലക്ഷൻ കമ്മീഷൻ. വളരെ വളരെ ഹാസ്യപരമായ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ഇടയ്ക്ക് രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിയോട് പറയാം മാപ്പ് പറയണമെന്ന്. എന്തിനു മാപ്പ് പറയണം? ഈ 1,50,000 വരുന്ന കള്ള വോട്ടുകൾ കണ്ടെത്തിയ ആ പൗരനെ എന്തിനു മാപ്പ് പറയണം? അല്ലെങ്കിൽ 10,452 സെയിം അഡ്രസ്സിലാണ് ഇത്ര ആൾക്കാർ വോട്ട് അവർക്ക് ഉള്ളത് എന്ന് പറഞ്ഞതിന് നമ്മൾ ചെയ്യണം. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിന്റെ മാധ്യമങ്ങൾ വളരെ അതിനെ കൃത്യമായി ചർച്ച ചെയ്ത് എങ്ങനെ? റിപ്പോർട്ടർ ചാനലാണെന്ന് എനിക്ക് തോന്നുന്നു, News 24 റിപ്പോർട്ടർ ചാനലോ ഈ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിൽ പോയിരിക്കുന്ന ഫ്ലാറ്റുകളിലേക്ക് അവർ യാത്ര നടത്തി. ആ ഫ്ലാറ്റിലേക്ക് നടത്തിയപ്പോൾ ഇന്ന ഫ്ലാറ്റിൽ 42 പേര് പോയിട്ട് അവിടെ ഒരു പട്ടിക്കുറുക്കനെ പോലും കണ്ടെത്തുവാൻ സാധിച്ചില്ല. പക്ഷെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ മീഡിയ അവിടെ വന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾ, അല്ലെങ്കിൽ ഇവരുടേതായ ആൾക്കാരായിരിക്കാം, അവിടുത്തെ ജനങ്ങൾ അവിടെ എന്തിനു വന്നു? ഒരു ഗുണ്ടാ നയത്തിലേക്ക്
കൊണ്ടുപോകുന്നത്, അതായത് ഇത് നേരത്തെ തന്നെ എക്സിക്യൂട്ട് ചെയ്തു വെച്ചു. ആ എക്സിക്യൂട്ട് ചെയ്തു വെച്ചിരിക്കുന്ന കർത്തവ്യങ്ങളെ യാതൊരു തരത്തിലും പൊളിക്കരുത് എന്ന് കരുതിക്കൊണ്ട് ഈ സർക്കാർ, അതായത് ഈ കേന്ദ്ര സർക്കാരിന്റെ അജണ്ടയിൽ അതും കൂടെ ഉൾക്കൊള്ളിക്കുകയുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളൊന്നും പൊട്ടന്മാരല്ല. ഇന്ത്യൻ പൗരന്മാർ 1947 സ്വാതന്ത്ര്യം മേടിച്ച് ഇന്ന് 2025 നിൽക്കുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ ഈ BJP സർക്കാരിന് കുത്തനെ ഉയർത്താനാണോ സാധിച്ചത്, കുത്തനെ താഴ്ത്താനാണോ ശ്രമിച്ചത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സുതാര്യമായി ട്രാൻസ്പെറന്റ് ആയിട്ടിരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ആ ഓർഗനെ കയ്യിലെടുത്തുകൊണ്ട് തൻ്റെയൊക്കെ പ്ലാൻ ബി പോലെ തൻ്റെയൊക്കെ ബി ടീമായിട്ട് നാം അവരെ ഇലക്ഷൻ കമ്മീഷനെ വെക്കുകയുണ്ടായി. ഇത് പറയാൻ മറ്റൊരു കാരണമുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ 2023 ഒരു രാജി ഉണ്ടായി. ആ രാജി ഉണ്ടായപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? അതായത് മുന്നോട്ട് 3-4 ദിവസം മുന്നോടിയുള്ള ഇലക്ഷന്റെ കാര്യങ്ങളിലെ കർത്തവ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിരുന്നു ആ രാജി. ആ രാജിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? ആ വ്യക്തി ഈ BJP സർക്കാരിനെതിരെയും മോദിക്കെതിരെയും സംസാരിക്കുന്നതിന്റെ ഭാഗമായി അവർക്ക് മെയ് വഴങ്ങി കൊടുക്കാൻ പറ്റാത്തതിന്റെ ഭാഗമായിട്ടാണ് ആ രാജിവെച്ചത്. ഇനി വേറെ അശോക് എന്ന വ്യക്തി 2019 അദ്ദേഹത്തിനെ നീക്കം ചെയ്തു. ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്തു. എന്തുകൊണ്ട്? അതായത് 2019 ഈ വയനാട് ഇലക്ഷൻ രാഹുൽ ഗാന്ധി വന്നപ്പോൾ മോദി ഡയറക്റ്റ് അവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് ഇവിടെ വന്ന് സംസാരിച്ച ഒരു സംഭവമുണ്ട്. മുസ്ലിം മൈനോറിറ്റി വരുന്നതാണ് അവിടുത്തെ മെജോറിറ്റി എന്ന്. അത്രയും തീവ്രമായി ഉള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് വർഗീയത ഉണർത്തിക്കൊണ്ട് വോട്ടുകൾ പിടിക്കാമെന്ന് അതിനെതിരെ അദ്ദേഹം സംസാരിച്ചു. അതുമാത്രമല്ല, നമ്മുടെ സൈനികരെ കുറിച്ച്, മരണപ്പെട്ടു പോയ സൈനികരെ കുറിച്ചും പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുവാൻ വേണ്ടി മോദി ഗുജറാത്തിൽ സംസാരിച്ചു. ആ സൈനികരുടെ പേരിൽ വോട്ട് പിടിച്ചു. അപ്പൊ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ അജണ്ടകൾ നടപ്പാക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കരുത് എന്ന് വെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിനെ മാറ്റുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജി അവിടെ കൈക്കൊള്ളുന്നത്. അദ്ദേഹത്തിന്റെ രാജിവെച്ചപ്പോൾ മോദിയുടെ എപ്പോഴുമുള്ള, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ, അല്ലെങ്കിൽ BJPയുടെ NDA സർക്കാരിന്റെ എപ്പോഴുമുള്ള ഒരു കാര്യമാണ്, തങ്ങളെ ഏതെങ്കിലും ഒരു രീതിയിൽ ആക്രമിക്കുകയാണെങ്കിൽ അവിടെ എന്ത് നടക്കും? അവിടെ റെയ്ഡ് നടക്കും. റെയ്ഡ് ട്രെയിൻ പോലെ വന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ നടക്കുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സ്ഥാപനത്തിൽ നടക്കുന്നു, അദ്ദേഹത്തിന്റെ മകന്റെ സ്ഥാപനത്തിൽ നടക്കുന്നു. ഇങ്ങനെയുള്ള ഒരു അജണ്ടയും കൂടെയും ആ ഇലക്ഷൻ കമ്മീഷനിൽ വെച്ചു. എനിക്ക് വളരെ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് എൻ്റെ അറിവിൽ, ഞാൻ വായിച്ച് മനസ്സിലാക്കിയതിൻ്റെ അറിവിൽ എനിക്ക് മനസ്സിലായത് 1990 മുതൽ 1996 വരെ അവിടെ എന്തൊക്കെയാണ് TN ശേഷൻ എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷണർ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഈ ഇലക്ഷൻ എത്രമാത്രം സുതാര്യമാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇലക്ഷൻ ഐഡികൾ വരെ അദ്ദേഹം പുറപ്പെടുവിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളെ കേരളത്തിലാണെങ്കിൽ പോലും ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ അരി കൊടുക്കുക, അല്ലെങ്കിൽ സേവനങ്ങൾ കൊടുക്കുക, ആനുകൂല്യങ്ങൾ കൊടുക്കുക, സമ്മാനമായി കൊടുക്കുക, ഇത്തരത്തിലുള്ള പ്രക്രിയകളൊന്നും ഇലക്ഷൻ സമയങ്ങളിൽ പാടില്ല എന്ന് പറഞ്ഞ വളരെ വ്യക്തിത്വമുള്ള, അല്ലെങ്കിൽ വളരെ പവർഫുൾ ആയ ഒരു ഇലക്ഷൻ കമ്മീഷനായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ ഒരു ഇലക്ഷൻ കമ്മീഷനെയും അന്നത്തെ ഒരു ഇലക്ഷൻ കമ്മീഷനെയും നമ്മൾ താരതമ്യം ചെയ്യേണ്ടത്. മൗനം പ്രാപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്തിന് മാപ്പ് പറയണമെന്ന് രാഹുൽ ഗാന്ധിയോട് ചോദിക്കാൻ പോലും പേടിച്ചിരുന്ന്, അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള പേടിയുമില്ല തങ്ങൾ ഒന്നും പറഞ്ഞില്ല. പത്രമാധ്യമങ്ങളിൽ കോമാളിയാകുകയാണ് ഇലക്ഷൻ കമ്മീഷൻ. എത്തരത്തില് ഈ പറയുന്ന മാപ്പ് പറയണം എന്ന് പറഞ്ഞപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഓർഗനിൽ എന്തെങ്കിലും തരത്തിലുള്ള പൊതുസമൂഹത്തിന്, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിനെ അന്വേഷിക്കുക പോലും ചെയ്യാതെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർഗൻ ഒരു ഫാസിസം ഓർഗനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. ഈ 2019 ഏകദേശം 92ഓളം അല്ലെങ്കിൽ 60ഓളം വരുന്ന IAS ഉദ്യോഗസ്ഥർ രാഷ്ട്രപതിക്ക് കത്തയച്ചു. അതായത് ഈ ഇലക്ഷൻ കമ്മീഷന്റെ പ്രക്രിയയായി വരുന്ന പ്രവർത്തികൾ ഒട്ടും തന്നെ ജനാധിപത്യമല്ല, അല്ലെങ്കിൽ അതൊരു ട്രാൻസ്പെറന്റ് അല്ല, മറ്റ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ അജണ്ടയിലേക്ക് അത് മാറുന്നുണ്ട്. ഇത് തന്നെ സംഭവിച്ചു 2023 വീണ്ടും ഒരു കത്തയച്ചു.
അപ്പോൾ കത്തയക്കുക മാത്രം ചെയ്തുകൊണ്ട് BJP സർക്കാരിനെ യാതൊരു തരത്തിലും ഇതൊന്നും അഫക്റ്റ് ചെയ്യുന്നില്ല. ഞങ്ങളൊക്കെ കോമാളികളാണ്, മനുഷ്യരെ കോമാളികളാക്കിക്കൊണ്ട് ഇവിടെ വീണ്ടും ഒരു രാജഭരണം നടത്തുകയാണ് എന്നാണ് പറയുന്നത്. ഈ CSDS സർവേ പറഞ്ഞു ഇലക്ഷൻ കമ്മീഷന്റെ ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ അവരുടെ ഒരു പ്രക്രിയയാർന്ന പ്രവർത്തനങ്ങൾ എത്തരത്തിൽ ജനങ്ങളിൽ എത്തുന്നുണ്ട്. അതിൽ പറഞ്ഞിരിക്കുക, ഇപ്പൊ നമ്മളൊരു ഭൂരിപക്ഷം എടുക്കുക, ഇപ്പൊ 10ൽ 7 പേരും ആ ഇലക്ഷൻ കമ്മീഷന്റെ പ്രക്രിയ ശരിയല്ല എന്ന് തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ CSDS സർവേ നടത്തിയതിൽ നമുക്കത് മനസ്സിലാക്കാം. പിന്നെ ഇതിനകത്ത് പറഞ്ഞു വരുന്നതിൻ്റെ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്നത്തെ സമൂഹം ഇത് സംസാരിക്കുക തന്നെ ചെയ്യണം. ഈ കഴിഞ്ഞ കാലയളവിൽ ഇത്രയും തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ സർജിക്കൽ മൂവ്മെന്റ് ഉണ്ടായിട്ടില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 300ഓളം MP-മാർ മാർച്ച് നടത്തി ഇതിനെതിരെയായി. നിസ്സാര കാര്യമാണോ 300ഓളം MP-മാർ എന്ന് പറയുന്നത്? അതായത് ഇന്ത്യൻ പോപ്പുലേഷന്റെ പകുതിയോളം വരുന്ന MP-മാർ. 300 MP-മാർ എന്ന് പറയുമ്പോൾ എത്ര കോടി ജനങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന MP-മാരാണ്. ആ MP-മാർ എത്തരത്തിലാണ് അതിനെ നിർത്തിയത്? ഇടതായിക്കോട്ടെ, വലതായിക്കോട്ടെ, അല്ലെങ്കിൽ പോചക സംഘടനകളായിക്കോട്ടെ, എല്ലാ സംഘടനകളും കൂടെ ചേർന്നിട്ടാണ് ആ ഒരു പ്രവൃത്തിയിലേക്ക് കടന്നത്. ആ പ്രവൃത്തി എന്തിനായിരുന്നു? ഈ NDA സർക്കാർ കാഴ്ചവെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ B ടീമായി പ്രവർത്തിക്കുന്ന ഇലക്ഷൻ കമ്മീഷനെ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ബോർഡിനെ തന്നെ എതിർക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൃത്യമായി കറപ്റ്റഡ് ആണ് എന്ന് കാണിക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു സമ്പ്രദായം. അല്ല, ഈ കഴിഞ്ഞ ദിവസം നടന്നതാണ്. നമ്മളൊക്കെ ചിരിച്ചു തള്ളുമ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചിരിച്ചു തള്ളുമ്പോഴും ചിന്തിക്കാതെ തള്ളുമ്പോഴും ഒട്ടും തന്നെ അതിന് പ്രാധാന്യം കൊടുക്കാതെ അത് മാറ്റി നിർത്തുമ്പോഴും എത്തരത്തിലാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡെമോക്രാറ്റിക് ഇല്ലാതായി പോകുന്നത്. ഈ സമൂഹത്തിൽ പറഞ്ഞുണ്ടാക്കുന്ന അല്ലെങ്കിൽ വർഗീയത മാത്രമല്ല, ഇങ്ങനെയുള്ള ഒരു അജണ്ട കൂടെയാണ് NDA സർക്കാർ വെക്കുന്നത്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു മാച്ചിൽ, ഫുട്ബോൾ മാച്ചിൽ ഇപ്പം റഫറി ഉണ്ട്, നമ്മൾ കാണുന്നുണ്ട്, എപ്പോഴും ഓടുക, എല്ലാ കളികളിലും അദ്ദേഹം ഓടുക, ഫൗള് കാണിക്കുമ്പോൾ റെഡ് കാർഡ് കാണിക്കണം. അപ്പം NDA സർക്കാരും ഇലക്ഷൻ കമ്മീഷനോടും കൂടി ചേർന്ന് നമുക്ക് അവർക്ക് ഒരു കളർ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാവി കളർ തന്നെ നമുക്ക് അവരുടെ ജേഴ്സിക്ക് കൊടുക്കാം. ഇപ്പുറത്ത് ഇന്ത്യൻ പതാകയുടെ തന്നെ ജേഴ്സി നമുക്ക് കൊടുക്കാം. ആ പതാക ഇട്ടുകൊണ്ട്, അതായത് 1947 മുമ്പ് തൊട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മറ്റ് സംഘടനകളും ചേർന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചു കൊടുത്ത കാലയളവ് തൊട്ടുള്ള ഒരു പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു ഫുട്ബോൾ ടീമും, അതുപോലെ തന്നെ മതവർഗീയതയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ തകർത്തുകൊണ്ട് തങ്ങളുടെ ഫാസിസ ഭരണങ്ങൾ നടത്തണമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മറു ടീമിനെയും ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനെ ആ മറു ടീമിന്റെ ഒരു ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് നമുക്ക് കരുതാം. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ കരുതിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അമ്പയറും ആ ടീമിനോടൊപ്പം ചേർന്ന് ഇവിടെ എന്ത് കാണിച്ചാലും റെഡ് കാർഡുകൾ പൊക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ നിയമ ഭേദഗതികൾ കൃത്യമായി പരിശോധിക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന അമ്പയർ ആർക്കനുകൂലിച്ച് നിൽക്കുന്നു? NDA സർക്കാർക്ക് അനുകൂലിച്ചിരിക്കുന്നു. കളിയുടെ നിയമം മാറി, കളിയുടെ ജനാധിപത്യം മാറി, കളിയുടെ സംസ്കാരം മാറി. ഇതിനെയെല്ലാം തുലയ്ക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ഇലക്ഷൻ കമ്മീഷന്റെ ഏറ്റവും ദാരുണമായ പ്രവർത്തനം. ഇപ്പൊ ഈ ബീഹാറിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഏകദേശം വരുന്ന 50,000ഓളം വരുന്ന വോട്ടുകൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക. അവിടെ സത്യം പറഞ്ഞാൽ ഒരു പൗര ഭേദഗതി ബില്ല, ആ പൗര ഭേദഗതി, അതായത് 1987 മുമ്പ് ജനിച്ചവര് അവരുടെ പറയുന്നത് ഈ ഇലക്ഷൻ ID, അതായത് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നത് എന്താ? പൗരത്വ ബില്ല് പാസ്സാക്കുക എന്നുള്ള, പൗരത്വം നടപ്പിലാക്കുക എന്നുള്ള അജണ്ടയിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ വന്നു. ഈ 5 സംസ്ഥാനങ്ങളിലും അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആസാമിലും അങ്ങനെയുള്ള 5 സംസ്ഥാനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ എന്തെന്ന് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇലക്ഷൻ ID വേണമെങ്കിൽ അവരുടെ അപ്പന്റെ അല്ലെ അമ്മയുടെ അല്ലെങ്കിൽ അവർ ഏത് കാറ്റഗറിയിലാണ് അവർ വളർന്നിരിക്കുന്നത് അതിന്റെ പൗരത്വം കാണിക്കണം. ആ പൗരത്വം ബർത്ത് സർട്ടിഫിക്കറ്റ്. 1987 മുമ്പ് ജനിച്ചവർക്ക് എവിടെയാണ് ബർത്ത് സർട്ടിഫിക്കറ്റ്? അപ്പോൾ ഇവരുടെ അജണ്ട ഇങ്ങനെ ഒരു പ്രക്രിയയിലൂടെ
അതായത് ഈ ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ ഒരു പ്രക്രിയയിലൂടെ BJP സർക്കാരിന്റെ അജണ്ടയായ പൗരത്വ ബില്ലും കൂടെ അല്ലെങ്കിൽ പൗരത്വം കൂടെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പൗരത്വം ഇല്ലാത്തവർക്ക് വോട്ട് നിഷേധിച്ചുകൊണ്ട് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി ഈ മോദി ഗവൺമെന്റിന്റെ കീഴിലുള്ള ഇലക്ഷൻ കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ നോക്കുമ്പോൾ ഇതിനെയൊക്കെ ഒരു കഴിഞ്ഞിടയ്ക്ക് ആരോ വന്നപ്പോൾ ഡൽഹിയിലൊക്കെ ഈ ചപ്പുചവറായിട്ട് കിടന്നിരുന്ന സ്ഥലങ്ങളെ ഒറ്റയടിക്ക് പടുതാ വലിച്ച് കെട്ടിക്കൊണ്ട് അവിടുത്തെ വൃത്തിഹീനമായ പ്രദേശങ്ങൾ കാണിക്കാതെ ഇവിടെയെല്ലാം സുരക്ഷിതമാണ്, ഇവിടെയെല്ലാം സൗന്ദര്യമുള്ളതാണ്, ഇവിടെയെല്ലാം യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല എന്ന് കാണിച്ച നെറികെട്ട ഒരു കേന്ദ്ര ഗവൺമെന്റ് ആണ് നമുക്കുള്ളത്. ആ ഗവൺമെന്റിൽ നിന്ന് ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ അടുത്തതായി നമ്മുടെ പ്രതിപക്ഷത്തിന്റെ നീക്കം എന്താ? ഇലക്ഷൻ കമ്മീഷനെ ഇംപീച്ച് ചെയ്യാൻ വേണ്ടി. പക്ഷേ അവിടെയും പ്രതിസന്ധികൾ നമുക്കുണ്ട്. ഈ EVM മെഷീന്റെ കാര്യം രാഹുൽ ഗാന്ധി ഉന്നയിച്ചപ്പോഴും അവിടെയും പ്രതിസന്ധികളുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എന്ത് പറയുക? തെളിവുകൾ കൊണ്ടുവരാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഏറ്റവും എഴുതപ്പെട്ട, ഈ ലോകത്തിൽ തന്നെ എഴുതപ്പെട്ട മാതൃകയായ ഒരു ഭരണഘടന നിലകൊണ്ടിരിക്കുന്ന ഒരു രാജ്യവും അതുപോലെ തന്നെ മാതൃകയായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ഇലക്ഷൻ കമ്മീഷനെയും ഇല്ലാതാക്കിക്കൊണ്ട് തങ്ങളുടേതായ ഒരു പ്രക്രിയയിലേക്ക് കൊണ്ടുവന്ന് തങ്ങളുടേതായ ഒരു ചട്ടക്കൂട്ടിലേക്ക് അവരെ കൊണ്ടുവന്ന് ആ ചട്ടങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടിയാണ് ഈ കേന്ദ്ര സർക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തന്നെ ഒന്നാമത്തെ ഉദാഹരണമാണ് ജുഡീഷ്യറി നിലവിൽ കൊണ്ടുവരുന്ന 5 അംഗ ബെഞ്ചിന്റെ നിർദ്ദേശം ഒട്ടും തന്നെ മാനിക്കാതെ ക്യാബിനറ്റ് മിനിസ്റ്ററിനെ, ഏതെങ്കിലും ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററിന്റെ അല്ലെ ഹോം മിനിസ്റ്ററിനെ അതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഒരു പാനൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷണറെ തന്നെ തങ്ങളുടെ പരിധിയിലാക്കാം എന്ന് വിചാരിച്ചു തന്നെ അവിടെയാണ് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പിന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ എത്തരത്തിലാണ് ഇന്ന് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കുന്നു, യാതൊരു തരത്തിലുള്ള മൂല്യങ്ങളും ഭരണഘടനയുടെ കാത്തു സൂക്ഷിക്കാതെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിക്കാൻ സാധിക്കും. EVM മെഷീനിൽ ഗുജറാത്തിൽ, അതായത് ഇത്തവണ മോദി മത്സരിച്ചിരുന്ന അവിടെ ആദ്യത്തെ ഒരു മണിക്കൂറോളം മോദി താഴെ കിടക്കുമായിരുന്നു. അതായത് അതിന്റെ കറക്റ്റ് വോട്ട് നമ്മൾ TV കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിനെ പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള എന്തൊക്കെ കറപ്ഷനാണ് ഇലക്ഷൻ നടന്നിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് പല സംസ്ഥാനങ്ങളിലും, ഇപ്പൊ കർണാടകയിലാകട്ടെ മഹാരാഷ്ട്രയിലാകട്ടെ, എല്ലാ സംസ്ഥാനങ്ങളിലും BJP സർക്കാരിന്റെ നോമിനേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ തോറ്റുപോകുമെന്ന് വിചാരിച്ച സ്ഥലത്ത് അവർ ജയിച്ചു കയറി വന്നു. ഈ മഹാദേവപുരത്തിൽ സംഭവിച്ചത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 or 8 കോൺസ്റ്റിറ്റ്യുവൻസി ആണ് അതിന്റെ കീഴിലുള്ളത്. 6 കോൺസ്റ്റിറ്റ്യുവൻസിയിലും കോൺഗ്രസ് ലീഡ് ചെയ്തപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് BJP ലീഡ് ചെയ്യുന്നത്. ഈ പറയുന്ന കള്ള വോട്ടുകൾ കൃത്യമായി ആ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഏകദേശം 1 ലക്ഷത്തോളം വരുന്ന ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ, അതായത് ഈ 6 സ്ഥലത്തു നിന്നും മറ്റു പാർട്ടികൾ നേടിയ അല്ലെങ്കിൽ മുന്നിൽ നിന്ന ആ വ്യക്തി നേടിയ ഭൂരിപക്ഷത്തെ തകർക്കുവാൻ ഈ 7ാമത്തെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ BJPക്ക് സാധിച്ചു. അതായത് നിഷ്പ്രയാസം ചെറിയ ഭൂരിപക്ഷത്തിന് BJPക്ക് വരാൻ സാധിച്ചു. അപ്പൊ എലക്ടഡ് കറപ്റ്റഡ്, ദ പപ്പു ഇസ് ബാക്ക്, ദ പപ്പ ഓഫ് NDA. ഇനിയും കാണാനിരിക്കുന്നതേ ഉള്ളൂ രാഹുൽ ഗാന്ധിയുടെ സർജിക്കൽ മൂവ്മെന്റ് അല്ലെങ്കിൽ ഇന്ത്യ എന്ന സഖ്യത്തിന്റെ സർജിക്കൽ മൂവ്മെന്റ്. അപ്പോൾ see you soon with the next episode regarding to the election, the corruption of election. I will reveal the corruption of election. അപ്പോൾ see you soon.